പവിത്രത്തിലെ പുത്തൻ സ്റ്റോറിയിലേക്ക് ഏവർക്കും സ്വാഗതം. ഈ സ്റ്റോറി ഇഷ്ടപ്പെടുവാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണേ. അതുപോലെ തന്നെ ലൈക്ക് ചെയ്യാനും ഹൈപ്പ് ചെയ്യാനും മറക്കല്ലേ. അങ്ങനെ ശ്രീകാന്തിൻ്റെ അടുത്ത് ശങ്കരൻ പറയാണ്, നീ മര്യാദയ്ക്ക് പറഞ്ഞോ, വേദയെ ഇങ്ങോട്ട് കൊണ്ടുവരാൻ നീ എന്തൊക്കെ ചെയ്ത് എനിക്കറിഞ്ഞേ പറ്റൂ എന്ന് പറയാണ്. അപ്പം ശ്രീകാന്ത് ഒന്നും മിണ്ടാതെ ഇങ്ങനെ നിൽക്കുകയാണ്. അപ്പോഴത്തേക്ക് പത്മ വന്ന് ചോദിക്കുകയാണ്, അച്ഛൻ ചോദിച്ച കേട്ടില്ലേ, നീ എന്തൊക്കെ ചെയ്ത് അത് വ്യക്തമായിട്ട് പറയാണ്. അപ്പോഴത്തേക്ക് ശ്രീകാന്ത് പറയാണ്, ഞാനൊന്നും ചെയ്തില്ല എന്ന് പറയാണ്. നീ ഒന്നും ചെയ്തില്ലെന്ന് ഇനി കള്ളത്തരം പറയണ്ട. കാരണം വേദ ഇപ്പം വന്ന് എന്നോട് സംസാരിച്ചിട്ട് പോയതേ ഉള്ളൂ. അവൾ 2 ദിവസത്തിനുള്ളിൽ ഈ വീട്ടിൽ നിന്ന് പോവുകയാണെന്ന്. അവൾക്ക് വിക്രത്തിൻ്റെ വീട്ടിലേക്ക് പോകണമെന്ന്. അതിന് അവൾ ഇത്രയും നാൾ പറഞ്ഞ കാരണം ഒന്നുമല്ലെന്ന് എനിക്ക് മനസ്സിലായി. മാത്രമല്ല, പോകുന്നതിന് മുമ്പ് അവൾ ഇങ്ങോട്ടേക്ക് വരാനുള്ള കാരണം എന്നെ അറിയിക്കാമെന്നാണ് പറഞ്ഞത്. അതിനു മുമ്പ് എനിക്കറിയണം, നീ കാരണമാണോ അവളിങ്ങനെ ഇങ്ങോട്ട് വരാൻ കാരണം. പലവട്ടവും നീയും അവളും തമ്മിലുള്ള സംസാരത്തിൽ എനിക്ക് തോന്നിയിട്ടുണ്ട്, നീ അവളെന്തോ ട്രാപ്പിലാക്കിയിട്ടുണ്ട്. അതുകൊണ്ടാണ് അവൾ ഇങ്ങോട്ട് വന്നതെന്ന് പറയാണ്. അച്ഛാ, ഞാൻ എന്ത് ചെയ്യാനാ, അത് അവൾക്ക് ഓരോ സമയത്ത് ഓരോന്ന് തോന്നുന്നതെന്ന് പറയാണ്. അപ്പോൾ ശങ്കരൻ പറയാണ്, നീ ഒരു കാര്യം ഓർക്കണം, ഞാനൊരു ജഡ്ജിയാണ്. കള്ളം പറയുമ്പോൾ സൂക്ഷിച്ചു പറയണമെന്ന് പറയുകയാണ്. അവസാനം ശ്രീകാന്ത് പറയാണ്, അച്ഛൻ പറഞ്ഞതൊക്കെ ശരിയാണ്. ഞാൻ അവളെ ഇങ്ങോട്ട് കൊണ്ടുവരിപ്പിച്ച് അവൾ ആ വിക്രത്തിൻ്റെ വീട്ടിലെ ഭാര്യ ഭർത്താവുമായി അഭിനയിച്ച് എത്ര കാലം ജീവിക്കും, അവളുടെ ഭാവി ഓർക്കണ്ടേ എന്ന് പറയാണ്. അപ്പോൾ ശങ്കരൻ പറയാണ്, നീ അതൊന്നും എന്നോട് പറയണ്ട, അതുകൊണ്ട് മര്യാദയ്ക്ക് പറഞ്ഞോ, എങ്ങനെയാണ് അവളെ ഇങ്ങോട്ട് കൊണ്ടുവന്നതെന്ന് ചോദിക്കുകയാണ്. അപ്പോഴത്തേക്ക് ശ്രീകാന്ത് പറയാണ്, ഞാൻ അവളുടെ അടുത്ത് ഇങ്ങോട്ട് വന്നില്ലെങ്കിൽ വിക്രത്തിൻ്റെ വീട്ടുകാരെ ഉപദ്രവിക്കുമെന്ന് പറഞ്ഞ് അങ്ങനെ ഭയന്നാണ് അവൾ ഇങ്ങോട്ട് വന്നതെന്ന് പറയുകയാണ്. അപ്പോഴത്തേക്ക് ശങ്കരന് ഭയങ്കര ദേഷ്യം വരുന്നുണ്ട്. അവൻ്റെ അച്ഛനും അമ്മയും വലിയ ഇഷ്ടമല്ലേ, അവർക്ക് എന്തെങ്കിലും ആപത്ത് സംഭവിച്ചു കഴിഞ്ഞാൽ അവൾക്ക് സഹിക്കാൻ പറ്റത്തില്ലല്ലോ, അവരെ ഉപദ്രവിക്കുമെന്ന് പറഞ്ഞുകൊണ്ടാണ് അവൾ ഇങ്ങോട്ട് വന്നതെന്ന് പറയാണ്. ഇത് കേൾക്കുമ്പോഴത്തേക്ക് ശങ്കരൻ ദേഷിച്ച് അവളുടെ കന്നം നോക്കി ഒരടിയും കൊടുക്കുകയാണ്. അപ്പോഴത്തേക്ക് ശ്രീകാന്ത് ഞെട്ടുന്നുണ്ട്. ശങ്കരൻ പറയാണ്, ഇത്രയും കാലം ഞാൻ വിചാരിച്ചത് അവളുടെ സ്വന്തം ഇഷ്ടപ്രകാരം വിക്രത്തെ ഉപേക്ഷിച്ച് വന്നതാണെന്ന്. ഇവിടെ വന്ന് കുറച്ച് ദിവസം കഴിഞ്ഞപ്പോൾ എനിക്കതിലൊരു സംശയം തോന്നി, പക്ഷെ ഞാൻ ഇത്രയ്ക്കും പ്രതീക്ഷിച്ചില്ല എന്ന് പറയാണ്. ശ്രീകാന്ത് പറയാണ്, അച്ഛൻ എന്തിനാണ് എന്നെ അടിയിച്ചത്, ആദ്യമൊക്കെ അച്ഛനും എൻ്റെ കൂടെ കൂട്ടി നിന്നില്ലേ, അച്ഛനും ഇഷ്ടമല്ലായിരുന്നല്ലോ അവർ ഒരുമിച്ച് ജീവിക്കുന്നത്, പിന്നെന്താ ഇപ്പം എന്നെ എതിരെ അടിച്ചതെന്ന് ചോദിക്കുകയാണ്. അപ്പോൾ ശങ്കരൻ പറയാണ്, അങ്ങനെയൊക്കെ എനിക്ക് ആദ്യം ഉണ്ടായിരുന്നു, പിന്നെ അവർ തമ്മിൽ ഒരുമിച്ച് ജീവിക്കട്ടെ എന്ന് വിചാരിച്ച് ഞാൻ വിട്ടതാണ്. പിന്നെയും നീ അവരുടെ വീട്ടുകാർ ആ പാവം മാഷിനെയും ഭാര്യ ഉപദ്രവിക്കുന്നു പറഞ്ഞുകൊണ്ട് വേദ ഇങ്ങോട്ട് കൊണ്ടുവന്നാൽ നിന്നെ അങ്ങനെ വെറുതെ വിടാൻ പറ്റുമോ എന്ന് ചോദിക്കുകയാണ്. ശ്രീകാന്ത് പറയാണ്, ഇപ്പോഴും അവൻ ഒരു കൊലക്കേസിലെ പ്രതിയാണ്. അങ്ങനെ എൻ്റെ സഹോദരി ഒരു ക്രിമിനലിൻ്റെ കൂടെ ജീവിക്കാൻ ഞാൻ സമ്മതിക്കത്തില്ല. അവൾക്ക് നല്ലൊരു ഭാവിയുണ്ട്. ദർശൻ അവളെ ഇപ്പോഴും കല്യാണം കഴിക്കാൻ തയ്യാറാണ്. എന്തായാലും ഞാൻ അവളോടൊന്ന് സംസാരിക്കട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് നേരെ ശ്രീകാന്ത് മുറിയിലേക്ക് പോവുകയാണ്. അപ്പോൾ അവിടെ ചെന്ന് ഡോറിൽ തട്ടുമ്പോൾ തന്നെ വേദ ഇറങ്ങി വരികയാണ്. വേദയ്ക്കാണെങ്കിൽ ശ്രീകാന്തിനെ കാണുമ്പോൾ ദേഷ്യം വരുന്നുണ്ട്. എന്താ വന്നതെന്ന് ചോദിക്കുകയാണ്. അല്ല, നീ അച്ഛനോട് പറഞ്ഞോ 2 ദിവസത്തിനുള്ളിൽ നീ ഈ വീട്ടിൽ നിന്ന് പോകുമെന്ന്? അപ്പോൾ വേദ പറയണം, ആ പറഞ്ഞ് അതിനെന്താ, അല്ല നീ വിക്രത്തെ ഉപേക്ഷിച്ചല്ലേ ഇങ്ങോട്ട് വന്നത്, അത് നീ മറന്നോ? അത് ഞാനായിട്ട് ഉപേക്ഷിച്ചല്ലോ, അതൊക്കെ കാര്യം എങ്ങനെയാണെന്ന് നിങ്ങൾക്ക് നന്നായിട്ട് അറിയാലോ. അപ്പോഴത്തേക്ക് ശങ്കരനും ഭാര്യയും വർഷയും ദീപ്തിയും എല്ലാവരും മുകളിലോട്ട് കയറി വരികയാണ്. അവൻ ഇപ്പോഴും ഒരു കൊലക്കേസ് പ്രതിയാണെന്ന് പറയുകയാണ്. അത് എല്ലാവരും കൂടെ പറയുന്നേ ഇല്ലയോ, അതിന് തെളിവൊന്നുമില്ലല്ലോ. ഉണ്ടായിരുന്ന തെളിവ് പുളിക്കൻ അയാൾ മരിച്ചെന്നാണല്ലോ എല്ലാവരും അറിഞ്ഞതെന്ന് വേദ പറയാണ്. അപ്പം ശ്രീകാന്ത് പറയാണ്, അയാളെയും അവനായിരിക്കും കൊന്നത്, തെളിവ് നശിപ്പിച്ച അവന് രക്ഷപ്പെടാലോ, അങ്ങനെ വാസവൻ്റെ കയ്യിൽ നിന്ന് അവന് രക്ഷപ്പെടാൻ പറ്റത്തില്ല എന്ന് പറയാണ്. അപ്പോൾ വേദ പറയുകയാണ്, നിങ്ങളുടെ ഉദ്ദേശമൊക്കെ എനിക്ക് വ്യക്തമായിട്ടറിയാം, അതൊന്നും നടക്കാൻ പോകത്തില്ല എന്ന് വേദ ശ്രീകാന്തിനോട് പറയാണ്. നിങ്ങളെക്കുറിച്ചൊക്കെ എന്തൊക്കെ തട്ടിപ്പ് കേസുകൾ പുറത്തു വരാൻ കിടപ്പുണ്ടെന്ന് വേദ പറയുകയാണ്. ഒക്കെ മറ്റുള്ളവർ അറിഞ്ഞു കഴിഞ്ഞാലേ അവർ തകർന്നു പോകും എന്ന് പറയാണ്. ശ്രീകാന്ത് പറയാണ്, നീ ആ വീണ്ടും ആ ഗുണ്ടയുടെ കൂടെ തന്നെ താമസിക്കാൻ തീരുമാനിച്ചോ, ആ ഗുണ്ടയ്ക്ക് വേണ്ടിയാണ് ഞങ്ങളെയൊക്കെ കളഞ്ഞിട്ട് നീ പോകാൻ തീരുമാനിച്ചേക്കുന്നതെന്ന് പറയാണ്. അപ്പം വേദ പറയുക, നിങ്ങളാ പറഞ്ഞ ഗുണ്ടയുണ്ടല്ലോ, അത് നിങ്ങൾക്കൊക്കെ എന്തുകൊണ്ട് ഭേദയാണ്. ഞാൻ എന്തായാലും ആ ഗുണ്ടയുടെ കൂടെ തന്നെ ജീവിക്കാൻ തീരുമാനിച്ച് ആ ഗുണ്ടയുടെ കുഞ്ഞുങ്ങളെ തന്നെ പ്രസവിച്ച് വളർത്താൻ തീരുമാനിച്ചു എന്ന് വേദ പറയുകയാണ്. നിങ്ങളെപ്പോലെ ചതിയനും ക്രിമിനലും അല്ല എൻ്റെ വിക്രം, എന്തുകൊണ്ട് നിങ്ങളൊക്കെ ഭേദമാണെന്ന് പറയാണ്. ഇത് കേൾക്കുമ്പോഴത്തേക്ക് എല്ലാവരും ഇങ്ങനെ ഞെട്ടിയിരിക്കുകയാണ്. ഞാൻ എൻ്റെ വിക്രത്തിൻ്റെ കൂടെ തന്നെ ജീവിക്കും, വിക്രത്തിൻ്റെ അടുത്ത് വിട്ട് തന്നെ പോവുകയും ചെയ്യും എന്ന് പറയാണ്. അവിടെ നിങ്ങൾ കെട്ടിയ പല മനക്കോട്ടുകളും തകർന്ന് വീഴുമെന്ന് എനിക്ക് വ്യക്തമായിട്ടറിയാം, അതുകൊണ്ടാണ് നിങ്ങൾ ഈ കാര്യം അറിഞ്ഞപ്പോൾ ഓടി വന്നതെന്ന് പറയാണ്. നിങ്ങളെപ്പോലെ ഒരു ക്രിമിനലിനെയാണല്ലോ ഞാൻ ഇത്രയും നാൾ ചേട്ടാന്ന് വിളിച്ച് കൂടെ കൂട്ടിയിരുന്നത് എന്ന് പറയാണ്. ഇത് കേൾക്കുമ്പോഴത്തേക്ക് ശ്രീകാന്തിനെ അങ്ങ് ദേഷ്യം വരികയാണ്. എന്താടി നീ പറഞ്ഞത്, നീ
ഇവിടുന്ന് പോയാലല്ലേ അവൻ്റെ കൂടെ താമസിക്കത്തുള്ളൂ. നീ ഇവിടുന്ന് പോകത്തില്ല. നിങ്ങളാണ് തീരുമാനിക്കുന്നത്. ഞാനാ തീരുമാനിക്കുന്നത് ഞാൻ ആരുടെ ജീവിക്കണമെന്ന്. നിങ്ങൾ വിചാരിക്കുന്ന കാര്യങ്ങളൊന്നും ഇനി നടക്കത്തില്ല. ഇനി എന്നെ ഒരു കാര്യത്തിൽ ഭീഷണിപ്പെടുത്തി വരുത്താമെന്ന് നിങ്ങൾ വിചാരിക്കേണ്ട എന്ന് പറയാണ്. അത്രയ്ക്ക് കൊടും ക്രിമിനലല്ല. ഇനി പല കാര്യങ്ങളും പുറത്ത് വരാനുണ്ട്. അതൊക്കെ തന്നെ പുറത്ത് വരും. എനിക്ക് പല സംശയങ്ങളും ഉണ്ടെന്ന് പറയുകയാണ്. അപ്പോഴത്തേക്ക് ശ്രീകാന്തിന് ഭയങ്കരമായിട്ട് ദേഷ്യം വരുന്നുണ്ട്. നിങ്ങൾ തന്നെയാണോ വരുണിനെ കൊന്നോന്ന് പോലും എനിക്ക് സംശയം ഉണ്ടെന്ന് വേദ പറയാണ്. ഇതൊക്കെ കേൾക്കുമ്പോഴത്തേക്ക് ശ്രീകാന്തിന് ഭയങ്കര ദേഷ്യം വരുന്നുണ്ട്. നീ എന്താടി പറഞ്ഞെന്നും ചോദിച്ചുകൊണ്ട് അവിടെ ഇരുന്ന ഫ്ലവർ വേസ് എടുത്ത് വേദയെ അടിക്കാനൊരുങ്ങുകയാണ്. അപ്പോഴത്തേക്ക് അവിടെ നിന്നവരെല്ലാം പേടിച്ച് അയ്യോ എന്ന് വിളിക്കണം. അപ്പം അടിക്കാനായിട്ട് ഊങ്ങി വരുമ്പോഴത്തേക്ക് വിക്രം അകത്തുനിന്ന് വന്ന് ശ്രീകാന്തിനെ ചവിട്ടി അങ്ങ് ഇടുകയാണ്. ചവിട്ടി അങ്ങ് ശ്രീകാന്ത് തെറിച്ച് വീഴുകയാണ്. അപ്പോൾ അകത്തുനിന്ന് ആരാ ചവിട്ടുന്നത് കണ്ട് എല്ലാവരും ചെട്ടി അകത്തോട്ട് നോക്കുമ്പോഴത്തേക്ക് വിക്രം എല്ലാവരും ഇങ്ങനെ ഞെട്ടി നിൽക്കുകയാണ്. അപ്പോഴത്തേക്ക് ശ്രീകാന്ത് ദൂരെ ചെന്ന് വീഴുകയാണ്. അങ്ങോട്ട് ചെന്ന് വിക്രം ശ്രീകാന്തിന് കുറേ ചവിട്ടൊക്കെ അങ്ങ് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് ചോദിക്കുകയാണ്, തന്നോട് ആരാടോ പറഞ്ഞ എൻ്റെ ഭാര്യയുടെ ദേഹത്ത് കൈവെക്കാൻ? അവൾ പറഞ്ഞാൽ എന്താ തെറ്റ്? തന്നെ പോലെ ഒരു ക്രിമിനലാണല്ലോ ഈ വീട്ടിൽ താമസിക്കുന്നത്. താൻ എന്താ വിചാരിച്ച ഒരിക്കലും ഞാൻ സത്യങ്ങളൊന്നും അറിയത്തില്ലെന്നോ? എൻ്റെ അച്ഛനെ തട്ടിക്കൊണ്ടുപോയി 2 ദിവസം മയക്കി കിടത്തിയിട്ട് എൻ്റെ ഭാര്യയോട് വര പേശുന്നോ ഈ വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോകണമെന്ന്? തൻ്റെ ഉദ്ദേശം എന്താണെന്നൊക്കെ എനിക്ക് കൃത്യമായിട്ടറിയാം. അതുപോലെ വരുണിൻ്റെ കേസിൽ എന്നെ പലരും അകപ്പെടുത്താൻ നോക്കുന്നുണ്ട്. അതിൽ താനുണ്ടോയെന്ന് എനിക്ക് സംശയമുണ്ടെന്ന് പറയാണ്. അങ്ങനെ ശ്രീകാന്തിനിട്ട് നല്ല ചവിട്ട് കൊടുക്കുന്നുണ്ട്. എൻ്റെ അച്ഛനെ നീ 2 ദിവസം ഒളിച്ച് താമസിപ്പിച്ച് എൻ്റെ അച്ഛൻ അനുഭവിച്ച ബുദ്ധിമുട്ടുകൾ അതിന് നിനക്ക് തരാതിരിക്കാൻ പറ്റത്തില്ലെന്ന് പറഞ്ഞ് ശ്രീകാന്തിനിട്ട് നല്ല ചവിട്ട് ഇടിയൊക്കെ കൊടുക്കുന്നുണ്ട്. അപ്പോഴത്തേക്ക് വേദ വന്ന് ശങ്കരൻ്റെ അടുത്ത് പറയുകയാണ്, അച്ഛാ വിക്രം എൻ്റെ കൂടെ ഉണ്ടായിരുന്നു. അച്ഛൻ പറഞ്ഞില്ലേ പുളിക്കിനെ കൊന്നത് വിക്രമാണോ എന്നൊരു സംശയം പറഞ്ഞായിരുന്നല്ലോ. ആ സമയത്ത് ഞാൻ പറഞ്ഞായിരുന്നല്ലോ ഒരിക്കലും അല്ലെന്ന്. കാരണം വിക്രം എൻ്റെ കൂടെ ഉണ്ടായിരുന്നു. വിക്രം വരുണിനെ കൊന്നിട്ടില്ലെന്ന് എനിക്ക് ഉറപ്പുള്ളത് കൊണ്ടാണ് ഞാൻ വിക്രത്തെ സംരക്ഷിച്ചതെന്ന് വേദ പറയാണ്. ഞാൻ ചെയ്തത് തെറ്റാണെന്ന് എനിക്ക് നന്നായിട്ട് അറിയാം. അച്ഛൻ ഞങ്ങളോട് ക്ഷമിക്കുക. വിക്രത്തെ കൊടുക്കാൻ പലരും ശ്രമിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെയാണ് വിക്രത്തെ ഒളിപ്പിക്കാൻ ഞാൻ ഇവിടെ തന്നെ തിരഞ്ഞെടുത്തതെന്ന് വേദ പറയാണ്. വേദ പറയാണ്, അച്ഛാ വിക്രം ഒരിക്കലും വരുണിനെ കൊന്നിട്ടില്ല. ആരോ ഇതിൻ്റെ പിന്നിലുണ്ട്. അത് കണ്ടുപിടിക്കുക തന്നെ വേണം. അപ്പോഴത്തെ വിക്രം വന്ന് ശങ്കരൻ്റെ അടുത്ത് പറയാണ്, ചെയ്ത് തെറ്റാണെന്നറിയാം, എന്നോട് ക്ഷമിക്കുക. ഞാൻ വരുണിനെ കൊന്നിട്ടില്ല. ഇത് ചെയ്ത ആരാണെന്ന് കണ്ടുപിടിക്കും. അത് കണ്ടുപിടിച്ച് ഞങ്ങൾ സാറിൻ്റെ മുന്നിൽ വരും. ഇതെല്ലാം അറിയാവുന്ന ഒരാളുണ്ട്. ആ ആളെയും കൂട്ടി ഞങ്ങൾ എന്തായാലും സാറിൻ്റെ മുന്നിലെത്തും എന്ന് പറയാണ്. ഇപ്പം വേദയും കൊണ്ട് ഞാൻ പോവുകയാണെന്ന് പറയുകയാണ് വിക്രം. അപ്പോൾ വേദയും പറയാണ്, ഞാൻ വിക്രത്തിൻ്റെ കൂടെ പോവുക വെച്ചാൽ വിക്രം ഇല്ലാതെ എനിക്ക് ജീവിക്കാൻ പറ്റത്തില്ല. ആരും വിചാരിക്കുന്ന പോലെ ഞാൻ വിക്രവും മറ്റുള്ളവരുടെ മുന്നിൽ ഭാര്യയും ഭർത്താവുമായിട്ട് അഭിനയിക്കുകയൊന്നുമല്ല. എനിക്ക് ജീവിതകാലം മൊത്തവും വിക്രത്തിൻ്റെ കൂടെ തന്നെ കഴിയണം. അതുകൊണ്ട് തന്നെ എനിക്ക് വിക്രത്തിൻ്റെ കൂടെ പോയേ പറ്റത്തുള്ളൂ എന്ന് പറയാണ്. അങ്ങനെ വേദയും വിക്രവും അവിടെ നിന്ന് ഇറങ്ങിയാണ്. ശ്രീകാന്തിനാണെങ്കിൽ നല്ല അടി കിട്ടി ഒരു പരുവായിട്ട് അവിടെ കിടക്കുകയാണ്. പോകാൻ നേരത്ത് വേദ ശങ്കരൻ്റെ അടുത്ത് പറയാണ്, ഞാനും ദർശനും തമ്മിലുള്ള ഒരു വിവാഹം പോലും കച്ചവടമായിരുന്നു. പലരും പ്ലാൻ ചെയ്തുണ്ടാക്കിയ ഒരു വിവാഹം. ആ വിവാഹത്തിലൂടെ പലർക്കും ലാഭം കൊയ്യാൻ പറ്റും. അല്ലാതെ ഒരിക്കലും എൻ്റെ നല്ല ഭാവിക്ക് വേണ്ടി ആരും കണ്ടെത്തിയതല്ല ദർശന എന്ന് പറയാണ്. അപ്പോഴത്തേക്ക് ശങ്കരൻ ഇങ്ങനെ സംശയത്തോടെ നോക്കുവാണ്. ഞാൻ ഇറങ്ങുക വച്ചാന്നും പറഞ്ഞ് വേദ അവിടുന്ന് ഇറങ്ങുകയാണ്. അവർ രണ്ടുപേരും അവിടുന്ന് ഇറങ്ങിയാണ്. ഈ സമയത്താണെങ്കിൽ അനിയൻകുട്ടനാണെങ്കിൽ ആകെപ്പാടെ സമനില തെറ്റിയ പോലെ അനിയൻകുട്ടൻ വീട്ടിൽ തന്നെ ഉണ്ട്. പക്ഷേ എന്തൊക്കെയോ പിച്ചും തന്നെ പറയുകയാണ്. ഇതിൻ്റെ ഇടയ്ക്ക് ചന്ദ്രശേഖരനും ശ്രീകാന്തും കൊണ്ട് അനിയൻകുട്ടനെ കൊല്ലാൻ കുറേ ഗുണ്ടകളെ ഏൽപ്പിക്കുന്നുണ്ട്. അപ്പം അനിയൻകുട്ടനെ അവിടുന്ന് തട്ടിക്കൊണ്ടു പോകാനാണ് അവരുടെ ഉദ്ദേശം. അനിയൻകുട്ടൻ താമസിക്കുന്ന വീട്ടിൽ വന്ന് ആരും കാണാതെ അനിയൻകുട്ടനെയും എടുത്തുകൊണ്ട് പോകുന്നുണ്ട്. അതും ശ്രീകാന്തിൻ്റെ ആൾക്കാർ തന്നെയാണ്. തെളിവുകളൊക്കെ നശിപ്പിക്കാൻ വേണ്ടി ശ്രീകാന്തും ചന്ദ്രശേഖരനും കൂടെ ചെയ്തു കൂട്ടുന്ന കാര്യങ്ങളാണ്.